പറ്റുന്നുള്ളപ്പോഴൊക്കെ വരും. അനുഭവങ്ങൾ അമ്മയെ നമുക്ക് വിശ്വാസമായതുകൊണ്ടാണ് വരണത്. സാധിക്കും അതുകൊണ്ടാണ് വരണത്. തിരക്കുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അമ്മയടുത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യം നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം നടക്കുമെന്നാണ് പറയുന്നത്. ആ വിശ്വാസത്തിൽ വന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഞാൻ കുറേ വർഷം കൊണ്ടേ വരികയാണ് പൊങ്കാലയുടെ. അതെനിക്കൊരു നേർച്ച പോലെ ഞാൻ എല്ലാ വർഷവും ഇവിടെ എത്താറുണ്ട്. ആഗ്രഹങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇല്ല ഇതുവരെ വന്നിട്ടില്ല എനിക്ക് തടസ്സമൊന്നും. 10-25 വർഷം കൊണ്ട് വരെയാണ്. കഴിഞ്ഞ വർഷം മാത്രം വന്നില്ല. ബാക്കി എല്ലാ വർഷവും വരും. അടുത്ത് തന്നെ അവിടെയാണ് പോകണം. ഇപ്പോൾ ഇവിടെ തണലായതുകൊണ്ട്. ഞാൻ ഇത് ആദ്യമായിട്ടാണ്. പിന്നെ ഞങ്ങളുടെ അയൽപ്പൊക്കെ താമസിക്കുന്ന അവിടെ ആ കുഞ്ഞ് വിളിച്ചേ ഞങ്ങളുടെ വരണം ചേച്ചി ഈത്തണോ ഞങ്ങളുടെ ഒന്ന് പൊങ്കാലിടുമെന്ന് പറഞ്ഞു. വന്നിട്ടുണ്ട്. മാസം തോറും ഞാനും മോനും ഒക്കെ ഇവിടെ ഒന്ന് തൊഴുതിട്ടുണ്ട്. വന്നിട്ടുണ്ട്. ഞങ്ങൾ പൊങ്കാലിടുന്നത് ആദ്യമായിട്ടാണ്. അമ്മയുടെ അനുഗ്രഹം. ഈ കൊല്ലമാണ് ഞാൻ ഒറ്റയ്ക്കായിട്ട് വന്നത്. അല്ലെങ്കിൽ എല്ലാ കൊല്ലവും 7 ദിവസം വന്ന് തൊഴണമെന്ന്. 2 ദിവസം അമ്മ എഴുന്നള്ളിപ്പ്. അത് കഴിഞ്ഞാൽ 5 ദിവസം ഞാൻ വന്ന് തൊഴും. അടുത്ത് തന്നെ വീട്. നേരെ ഒറ്റ. ഇന്നാണ് ആദ്യമായിട്ട് പൊങ്കാലിക്ക് ഒറ്റയ്ക്ക് വരണത്. അല്ലെങ്കിൽ കൂട്ടരായിട്ടാണ് വരുന്നത്. അതേ ഉള്ളൂ. ഞാൻ 8 കൊല്ലം കൊണ്ട് ഇടുന്നു. ഞാൻ മാത്രം വന്ന് 8 കൊല്ലമായി ഞാൻ ഇവിടെ പൊങ്കാല ഇട്ടിട്ട്. ഇത്തവണയും ഇട്ട്. ഞാൻ അടുത്ത തവണ ഇടാൻ വെക്കുമെന്ന് പിന്നെ അമ്മ വിചാരിച്ചാലേ പറ്റൂലേ. 78 വയസ്സായി അമ്മയ്ക്ക്. ഞാൻ എത്ര ദിവസം നേരം നടയിൽ 8 കൊല്ലം കൊണ്ട് ഞാൻ ഇടും. അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ച് എനിക്ക് നല്ലൊരിതേ വന്നിട്ടുള്ളൂ മക്കളെ. എനിക്കും എൻ്റെ മക്കൾക്കും നല്ല. ഇപ്പം ഞാൻ അമ്മയെ വിളിച്ച് മെനഞ്ഞാന്ന് ഇവിടെ കോവിലിൽ വന്ന് ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ കൊച്ച് 10ൽ പാസ്സാവണമെന്ന് വിചാരിച്ചിട്ട്. 9ൽ നിന്ന് ഇപ്പം ജയിച്ചു. 10ലായി. അതിന് 14 വയസ്സായതേ ഉള്ളൂ. അത് അമ്മ എനിക്ക് പ്രാർത്ഥന. ഇന്നലെ പാതിരാത്രി എന്നെ വിളിച്ച് എൻ്റെ മോൻ പറഞ്ഞു, അച്ഛമ്മ ഞാൻ ജയിച്ചു കേട്ടോ അച്ഛമ്മ. ശരി അച്ഛമ്മ എനിക്ക് എന്തൊരു വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും തരാനില്ല. ഞാൻ കരിക്കത്തമ്മയുടെ പ്രാർത്ഥിച്ച് മക്കൾ ജയിച്ചു. അത് നല്ല കാര്യമല്ലേ മക്കളെ. അച്ഛമ്മ പൊങ്കാലയ്ക്ക് പോകാൻ പോകണം എന്ന് പറഞ്ഞു. എനിക്ക് വേറെ ഒന്നുമില്ല. എല്ലാം അമ്മയുടെ തന്നെ. ഒരു തടസ്സവും ഇല്ല. ഇപ്പോഴും വന്ന് വേറെ ഒരു കുട്ടിയാണ് എന്നെ കൊണ്ടുവന്ന സ്കൂട്ടറിൽ. അമ്മയുടെ നടയിൽ വന്ന് എനിക്ക് സുഖമായിട്ട് കണ്ട് സഹിതം പ്രിയാറ്റ കുട്ടികളാണ് തന്നത്. എനിക്ക് എല്ലാ കാര്യവും നല്ലതായിട്ട് പിന്നെ അമ്മ നടത്തി തന്നിട്ടുണ്ട്. ഇന്ന് വരെ നടത്തി തന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് പൊങ്കാലയിടാൻ വരുന്നത് അമ്മയുടെ മുമ്പിൽ. തൊഴുവാൻ വന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് പൊങ്കാലയിടാൻ വരുന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്ന അമ്മ സഫലമാക്കി തരണം. അത് എൻ്റെ മോനൊരു മംഗല്യ ഭാഗ്യം പെട്ടെന്ന് നടക്കണം. മംഗല്യം കിട്ടണം. അവൻ നമ്മളെ വീട്ടിൽ സർവ്വ ഐശ്വര്യം ഉണ്ടാവണം. എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവൻ്റെ അച്ഛൻ മരണപ്പെട്ടുപോയി. അവൻ്റെ മംഗല്യം കാണാൻ പറ്റിയില്ല. അതിന് അവന് പെട്ടെന്ന് മംഗല്യം ഉടയ്ക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് വരുന്നതാണ്. അച്ഛൻ മരണം 2 വർഷമായി. അമ്മേൻ്റെ മോൻ തന്നെ എന്നെ കൊണ്ടുവരുന്നതും ഒക്കെ ഞാൻ അതിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അവന് വേണ്ടിയാണ് ഞാൻ എല്ലാ വീടെല്ലാം വൃത്തിയാക്കി ഇട്ടിരിക്കുന്നത്. എൻ്റെ പൊന്നു മോനെ എത്രയും പെട്ടെന്ന് മംഗല്യം ഉറച്ചാൽ മതി. വയസ്സ് 31. ഈ പൊങ്കാലയിട്ടിട്ട് പോകുമ്പോൾ എൻ്റെ മോന് പെട്ടെന്ന് മംഗല്യം ഉറക്കണേ നിങ്ങൾ ദൈവത്തിന് മനസ്സിനെ പ്രാർത്ഥിക്കുന്നു. 3 വർഷം. ഇല്ല വിളിച്ചാൽ വിളിയാക്കണ അമ്മയാണ്. നമ്മളെന്തെങ്കിലും സാധിച്ചു തരും. ഈ വർഷം എങ്ങനെയാണ് തിരക്കൊക്കെ? തിരക്കൊക്കെ ഒരുപാടുണ്ട്. 5 വർഷമായി. എന്താണ് ഇവിടെ വന്നതിൽ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ? നല്ല കാര്യങ്ങളുണ്ട്. പിറ്റേ വർഷമാകുമ്പോൾ വരണമെന്ന് തോന്നലുണ്ട്. അല്ലാതെയും തൊഴുവാൻ വരും. ഇല്ല ഒരു തടസ്സമില്ല. പൊങ്കാലയ്ക്ക് വരാനായിട്ട് ഒരു തടസ്സമുണ്ട്. തിരുവനന്തപുരം തന്നെയാണോ? എല്ലാ വർഷവും അങ്ങനെയാണ്. ചെറുതിലേ വരും. ഇപ്പം ഇടയ്ക്ക് 2-3 വർഷം വരാതായി. അല്ലാതെ ഇപ്പം ഇന്ന് വന്നു. ഉണ്ട് ഒരുപാടുണ്ട്. അസുഖങ്ങളുണ്ടായിരുന്നപ്പോൾ അമ്മയ്ക്ക് വയ്യാതെ അച്ഛന് വയ്യാതെയൊക്കെ ഇരിക്കുമ്പോഴൊക്കെ അവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. വിളിച്ചാൽ വിളിയേക്കണം.